ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നു മുതൽ നിങ്ങളോട് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം, വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് എനിക്കിപ്പോൾ കിട്ടുന്ന സന്ദേശം. ഞാനിത് ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചിട്ടുള്ളതല്ല. കാരണം ഞാനിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുള്ള ആളല്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ അത്ഭുതകരമായിട്ട് കർത്താവ് എൻ്റെ കയ്യിലേക്ക്, പരിശുദ്ധ അമ്മ ഇതിനെക്കുറിച്ചുള്ള അറിവ് തന്നു എന്ന് വേണം പറയാനായിട്ട്. പ്രിയ കൂട്ടുകാരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു, മാതാവിൻ്റെ ജപമാലയെക്കുറിച്ചൊക്കെ ഞാൻ പങ്കുവച്ചപ്പോൾ, പലതരം ജപമാലകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഒരു മാതാവിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളുടെ ജപമാല എന്ന് പറഞ്ഞ് ഒരു ജപമാല നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് റുവാണ്ടയിലെ കിബെഹോയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവിടെ മാതാവ് കൊടുത്തിട്ടുള്ള, ഇങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപമാലയാണ്. ഇതായിരുന്നു അതിൻ്റെ ഈ പ്രാർത്ഥനാ കാർഡിൽ നിന്നാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഞാൻ അത് പറഞ്ഞു തന്നപ്പോൾ അന്ന് ഞാൻ ചെയ്തത്, ഈ പ്രാർത്ഥനാ കാർഡ് നോക്കി വായിച്ചു 7 വ്യാകുലങ്ങളുടെ ജപമാല ചെല്ലണം, അവിടെ മാതാവ് കൊടുത്ത സന്ദേശം നിങ്ങൾക്ക് വായിച്ചു തന്നു എന്നേ ഉള്ളൂ. അതല്ലാതെ ഈ റുവാണ്ടയിലെ എന്തെങ്കിലും കാര്യമോ കിബെഹോയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട കാര്യമോ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ചെറുപ്പം മുതലേ വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇത് എൻ്റെ കൺവെട്ടത്ത് വന്നിട്ടില്ല. ഇത് ഇപ്പോൾ ഒരു മകൻ എനിക്ക് തന്നതാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കിട്ടിയപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളുടെ ജപമാല റുവാണ്ടയിലെ കിബെഹോയിൽ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിലൂടെ 1981 1989 വെളിപ്പെട്ടതാണിത്. അങ്ങനെയുള്ള ഈ പ്രാർത്ഥനാ കാർഡിൽ നിന്ന് ഇത് ഞാൻ വായിച്ച് നിങ്ങൾക്ക് തന്നു, മാതാവിൻ്റെ 7 വ്യാകുലങ്ങളുടെ ജപമാല. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആളുകൾ എന്നോട് പറഞ്ഞു, ചേച്ചി കിബെഹോയിലെ കാര്യം ചേച്ചിക്ക് അറിയുമോ? ഞങ്ങൾ വണ്ടറടിച്ച് പോയി, ചേച്ചി അതിനെക്കുറിച്ച് എന്താ പറയാത്തെ എന്നൊക്കെ ചോദിച്ചു. ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല. ആ മകൻ ഇതെനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ എന്തായാലും മാതാവിൻ്റെ 7 വ്യാകുലങ്ങളാണല്ലോ, മാതാവ് ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതാണ്, അപ്പോൾ ഞാനത് ജപമാലയുടെ മാസം പറഞ്ഞു തന്നേ ഉള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്നിട്ട് ആ ചോദിച്ച ആളോട് പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. അത്ഭുതകരം എന്ന് പറയട്ടെ, ആ ചോദിച്ച ആളാണ് എനിക്ക് 2 പുസ്തകങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുകയാണ്, എനിക്ക് ആ 2 പുസ്തകങ്ങൾ അയച്ചു തന്ന ആൾ ആരാണെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഞാനത് എഴുതി വെച്ചിട്ടില്ല. സാധാരണ എനിക്ക് പുസ്തകങ്ങൾ അയച്ചു കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അയച്ച ആളുടെ പേര് എഴുതാറുണ്ട്. ഇവിടെ എനിക്ക് 2 പുസ്തകങ്ങൾ അയച്ച് വന്നിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് ആ പുസ്തകങ്ങൾ വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇത് എന്നെക്കൊണ്ട് ഈശോ എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. ഒന്ന്, കിബെഹോയിലെ സെഗദാഷ്യ എന്ന് പറയുന്ന ആ ബാലന് ഈശോ നേരിട്ട് കണ്ടുമുട്ടി കൊടുത്തിട്ടുള്ള സന്ദേശങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണിത്. അത് ഇമ്മാക്കുലി എന്ന് പറയുന്ന ഒരു അത്ഭുത സ്ത്രീ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, അറിയാതിരിക്കാൻ വഴിയില്ല. ഒരു 30 വർഷം മുമ്പ് റുവാണ്ടയിൽ നടന്ന ഒരു വലിയ കൂട്ടക്കൊല, 2 ഗോത്രവർഗക്കാർ തമ്മിൽ നടന്ന കൂട്ടക്കൊലയാണത്. 1994 ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ആ 1994 നടന്ന കൂട്ടക്കൊല 1994 ഏപ്രിൽ മുതൽ 3 മാസത്തിനുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ട റുവാണ്ടൻ വംശഹത്യയുടെ ആ സമയത്ത് അവിടെ അവരുടെ മത്താബ എന്ന ഈ പെൺകുട്ടിയുടെ ഗ്രാമത്തിൽ ഒരു പാസ്റ്ററുടെ വീടിൽ ഇടുങ്ങിയ ഒരു ബാത്റൂമിൽ മറ്റ് 7 സ്ത്രീകളോടൊപ്പം 91 ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയ ഇമ്മാക്കുലി ഇലിബഗീസ
ഈ ഇമ്മാക്കുലി ഇപ്പോൾ ലോകപ്രശസ്തയാണ്. റുവാണ്ടയിലെ ആ വംശഹത്യയിൽ മരിക്കാതെ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇമ്മാക്കുലി. അത് നമ്മളിപ്പോൾ ഈ മണിപ്പൂരൊക്കെ കേട്ടതുപോലെ ഗോത്രവർഗക്കാർ തമ്മിൽ, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വെറുപ്പ് വൈരാഗ്യം, ഈ വെറുപ്പ് വൈരാഗ്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് തന്നെ ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെയാണ് അവിടെ ഈ വഴക്ക് നടക്കുന്നതും അവർ വലിയൊരു കൊലപാതകം, വലിയൊരു കൂട്ടക്കൊലയിലേക്ക് റുവാണ്ട നടന്നു നീങ്ങുന്നതും. അവിടുത്തെ രണ്ട് ഗോത്രവർഗങ്ങളായിരുന്നു ടുട്സി അല്ലെങ്കിൽ ഹുട്ടു. അങ്ങനെ ഈ ഗോത്രവർഗക്കാർ തമ്മിൽ ഉള്ള പോരാണ് ഇങ്ങനെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇങ്ങനെ ഒരു കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് എതിർ ഗോത്രത്തിലുള്ള ഒരാളുടെ വീട്ടിൽ ഈ ഇമ്മാക്കുലിയുടെ അപ്പൻ ഇവളെ ഒളിപ്പിക്കുകയാണ്. കാരണം അവർ ഫാമിലി ഫ്രണ്ട്സായിരുന്നു. ഒരു പാസ്റ്ററുടെ വീട്ടിൽ ഈ പെൺകുട്ടി ആയതുകൊണ്ട് അപ്പനമ്മമാരുടെ മുമ്പിൽ വെച്ച് മാനഭംഗപ്പെടുത്തി അവളെ കൊല്ലും. അത് കാണാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഭക്തനായിരുന്ന ഒരു കത്തോലിക്ക മതവിശ്വാസിയായിരുന്ന ഇമ്മാക്കുലിയുടെ പിതാവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കുകയാണ് രാത്രിയിൽ. ഒരു ജപമാല കൊടുത്ത്, പണ്ട് എപ്പോഴും അപ്പൻ ഉപയോഗിക്കുന്ന ഈ ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും കൊടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മോളെ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെട്ട് അവിടെ പോയിട്ട് പറയും. അപ്പൻ്റെ എഴുത്തൊക്കെ കൊടുത്ത് അവളെ വിടുകയാണ്. അങ്ങനെ ഈ കൂട്ടക്കൊല നടക്കുന്ന കശ്മലന്മാരുടെ കണ്ണുകളിൽ പെടാതെ ഇതുപോലെ 7 സ്ത്രീകളും കൂടി അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പാസ്റ്റർ അവരെ ഒരു കുടുസ് പോലെയുള്ള ബാത്റൂമിൽ ഇവരെ ഒളിപ്പിച്ച് വെച്ചു. അങ്ങനെ ഒളിപ്പിച്ച് വെച്ച് ശ്വാസം പോലും വിടാൻ പറ്റാതെ, ബാത്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ പോലെയുള്ള വിശാലമായ ബാത്റൂമല്ല, ഒരാൾക്ക് കഷ്ടി ബാത്റൂം സൗകര്യങ്ങൾ ചെയ്യാം. അതുപോലെയുള്ള ഈ ടോയ്ലറ്റിൽ ഈ 7 സ്ത്രീകൾ ശ്വാസം അടക്കി നിന്നു. അപ്പുറത്ത് കൊലയാളികളുടെ ശബ്ദം. അവർ പറയുന്നതും ഇമ്മാക്കുലിയെ വിട്ടതാ, ഇമ്മാക്കുലി എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇമ്മാക്കുലി ഒരു അറിയപ്പെടുന്ന ഫാമിലിയിലെ മകളാണ്. കുറച്ച് ധനികരാണ് എന്ന് തോന്നിക്കുന്ന വിധം വണ്ടിയും സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പനും അമ്മയും ടീച്ചർമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ അവരറിയപ്പെടും. അങ്ങനെയുള്ള ഈ ആളുടെ മകളെ മറ്റെതിർ ഗോത്രത്തിലുള്ള ആളുകൾ കൊല്ലാനായിട്ട് നോക്കി. ഇവളെ മാത്രമല്ല, ആ എതിർവംശത്തിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കി അവർ. അതാണ് നമ്മൾ പറഞ്ഞത്, 3 മാസത്തിനുള്ളിൽ 10 ലക്ഷം പേരെയാണ് കൊന്നിട്ടത്. ഈ ഇമ്മാക്കുലി അവിടെ ആ ബാത്റൂമിൽ മറ്റ് സ്ത്രീകളുടെ കൂടെ ശ്വാസം അടക്കി നിന്നു. ജപമാല പിടിച്ച്, വിശുദ്ധ ഗ്രന്ഥം പിടിച്ചിട്ട്, ദൈവമേ നീ വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷിക്കില്ലേ എന്ന് പറഞ്ഞ് ഈ ജപമാല പിടിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയെ പിടിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പല പ്രാവശ്യം ഈ കൊലയാളികൾ വരികയും പോവുകയും ഉണ്ടായി. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഇമ്മാക്കുലി രക്ഷപ്പെട്ടപ്പോൾ മാതാപിതാക്കന്മാരും സഹോദരന്മാരും എല്ലാം കൊല ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, അവരുടെ വംശമാകെ കൊല ചെയ്യപ്പെട്ട് ശവക്കൂനകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന റുവാണ്ടയെക്കുറിച്ചും അതിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഇമ്മാക്കുലി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ലെഫ്റ്റ് ടു ടെൽ എന്ന്. ചരിത്രപ്രസിദ്ധമെന്ന് പറയാം, ലോകപ്രശസ്തമായ ഈ പുസ്തകമാണ് എനിക്ക് ഒരാൾ അയച്ചു തന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഈ 2 പുസ്തകങ്ങൾ അയച്ചു തന്നത് ആരാണ് എന്നൊന്ന് എന്നെ അറിയിക്കണേ വാട്സപ്പിൽ. ഞാനത് എഴുതി വയ്ക്കാൻ മറന്നുപോയി. ഈ ഇമ്മാക്കുലി കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ബാലനാണ് റുവാണ്ടയിലെ സെഗദാഷ്യ. ഈ റുവാണ്ടയിലെ കിബഹോയിൽ മാതാവും ഈശോയും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുറേ കാര്യങ്ങൾ, അതുപോലെ ഈശോ നേരിട്ട് ഈ സെഗദാഷ്യ എന്ന് പറയുന്ന ചെറിയ ബാലന് പ്രത്യക്ഷപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സെഗദാഷ്യയ്ക്ക് ഈശോ കൊടുത്ത സന്ദേശങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഇതാണ് സെഗദാഷ്യയുടെ പുസ്തകം. പ്രിയ സഹോദരങ്ങളെ, ഇത് പെട്ടെന്ന് തന്നെ ലോകത്തെ അറിയിക്കണം എന്നെനിക്ക് തോന്നി.
അതുകൊണ്ടാണ് അത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. ഞാനിങ്ങനെ ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് കേട്ടതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഇത് 1994 സംഭവിച്ചതാണ്. ഏകദേശം ഒരു 30 കൊല്ലം മുമ്പ്. 30 കൊല്ലം മുമ്പ് എനിക്ക് 30 വയസ്സുണ്ട്. ഇപ്പോൾ 60 വയസ്സാണ്. പക്ഷെ ആ വയസ്സിൽ ഞാനിത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു എന്നെ ജീവനോടെയൊക്കെ ഇരുത്തിയത് ഇതൊക്കെ വായിക്കാനും അനുഭവങ്ങൾ അറിയാനുമാണെന്ന്. ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഈ ഇമ്മാക്കുലിയുടെ പുസ്തകവും അതുപോലെ ഇമ്മാക്കുലി കണ്ടെത്തിയ സെഗദാശ്യ എന്ന് പറയുന്ന ബാലന് ഈശോ കൊടുത്ത സന്ദേശങ്ങളും. ഞാനിത് നിങ്ങളോട് പറയുന്നത് ഈ ലോകാവസാനം എന്ന് പറഞ്ഞ് ആളുകൾ പറയുന്നുണ്ടല്ലോ. കൃത്യമായിട്ടും സത്യമായിട്ടും ലോകത്തിൻ്റെ പോക്ക് അവസാനത്തിലേക്ക് തന്നെയാണ് നമുക്കറിയാം. പക്ഷേ അത് പറഞ്ഞിരുന്ന് ഈ ലോകാവസാന നാളുകളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സന്ദേശം കൊടുത്തിട്ടുള്ളൊരു വലിയ ഒരു നിധിയാണ് ഈ പുസ്തകം എന്ന് പറയും. കാരണം ലോകാവസാനത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ഈ സെഗദാശ്യ ഈശോയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നല്ല മറുപടികൾ, നല്ല ഉത്തരങ്ങൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും സത്യമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു സന്ദേശമാണിത്. ഈ കിബഹായിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സെഗദാശിക്ക് ഈ കൊടുത്ത, അമ്മയും ഈശോയും പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത സന്ദേശങ്ങൾ. ഞാൻ വീണ്ടും പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഈ പുസ്തകം അയച്ചു തന്ന ആൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ, എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടണേ. ഞാൻ സോറി പറയുകയാണ്, അതിന് എഴുതി വയ്ക്കാനായിട്ട് മറന്നുപോയി. ഒരുപാട് നന്ദിയുണ്ട് ഈ പുസ്തകം കിട്ടിയതിന്. കാരണം എനിക്കിത് ലോകത്തിനോട് പെട്ടെന്ന് തന്നെ പറയണം എന്ന് സമയമില്ല, ഇനി ഏറെ സമയമില്ല. കാരണം ഒരുങ്ങേണ്ട സമയമായി. ഇത് വിചാരിച്ച് നാളെ ലോകാവസാനിക്കും എന്ന് വിചാരിക്കേണ്ട. ഇതിൽ പറഞ്ഞ കണക്കനുസരിച്ച് നമ്മൾ ഒരുങ്ങേണ്ട സമയം അതിക്രമിച്ചു. എങ്ങനെ ഒരുങ്ങണം, എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, സെഗദാശിയോട്. കൂട്ടുകാരെ, ഈ സെഗദാശിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെ ഈശോയെ കണ്ടുമുട്ടുന്നത്. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, സ്കൂളിൻ്റെ പടി പോലും കണ്ടെത്താത്ത, അതുപോലെ ക്രിസ്ത്യാനിയെ അല്ലാത്ത ഒരു മകൻ, ഒരു കൊച്ചുപയ്യൻ, യാതൊരു വിവരവുമില്ലാത്ത ഒരു കൊച്ചുപയ്യൻ, ഇവനെയാണ് ഈശോ തിരഞ്ഞെടുത്തത്. എൻ്റെ അന്ത്യകാലത്തിൽ, എൻ്റെ 2ാം വരവിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യണം എന്ന് ലോകത്തെ അറിയിക്കാൻ ഈശോ തിരഞ്ഞെടുത്തത് ഈ ഒന്നും അറിയാത്ത ഈ റുവാണ്ടയിലെ ഈ നീഗ്രോ പോലെ ഉള്ള ഒരു പയ്യനെയാണ്, വിവരങ്ങളൊന്നും ഇല്ലാത്തൊരു പയ്യനെയാണ്. അങ്ങനെ അവനത് ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് പലരോടും പറയുന്നുണ്ട്. ആരും വിശ്വസിച്ചിട്ടില്ലേ റുവാണ്ടയിലെ ഈ കുട്ടിക്ക് കൊടുത്ത സന്ദേശം. അവിടെ ഇവന് മാത്രമല്ല 7 കുട്ടികൾക്കും കൂടി സന്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈശോ നേരിട്ട് കൊടുത്തതാണ് ഈ സെഗദാശ്യയുടെ അടുത്ത് ഈശോയുടെ പ്രത്യക്ഷപ്പെടൽ. ഈ പ്രത്യക്ഷപ്പെടൽ, സെഗദാശിക്കുണ്ടായിട്ടുള്ള ഈ പ്രത്യക്ഷപ്പെടലുകളാണ് നമ്മുടെ ഇമ്മാക്കുലി ഇലിബഗീസ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇമ്മാക്കുലി എന്ന് പറയുന്ന പെൺകുട്ടി ഈ കൂട്ടക്കൊലയിൽ പെടാതെ രക്ഷപ്പെട്ടവള്. അപ്പോൾ ഈ സെഗദാശ്യ എന്ന് പറയുന്ന ഈ ബാലന് 1994 നരഹത്യയെക്കുറിച്ച് കൃത്യമായിട്ട് സന്ദേശങ്ങൾ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സന്ദേശങ്ങൾ യഥാർത്ഥവും വിശ്വസിക്കാൻ പറ്റുന്നതുമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ മകനോട് ഈശോ പറഞ്ഞിരുന്നു, ഇവിടെ റുവാണ്ട ഒരു രക്തരൂഷിതമാവും, രക്തമൊഴുകും, ശവശരീരം കുന്നുകൂടുമെന്നൊക്കെ. അന്ന് ആ ബാലനതൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ റുവാണ്ടയിൽ ഈ നരഹത്യ നടക്കുന്ന ആ സമയത്ത് ഈ സെഗദാശിയും കൊല്ലപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകാവസാനത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറാൻ വേണ്ടി മാത്രമാണ് ഈ സെഗദാശിയെ ഭൂമിയിലേക്ക് വെച്ചത്. 15-ാം വയസ്സിൽ കൊടുത്ത സന്ദേശങ്ങൾ കൊടുത്ത് 1994 കൂട്ട നരഹത്യയിൽ സെഗദാശ്യ, 26 വയസ്സുള്ള സെഗദാശ്യ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ സെഗദാശിയുടെ സന്ദേശങ്ങൾ ഇമ്മാക്കുലി എന്ന് പറയുന്ന ഈ കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഇമ്മാക്കുലിയുടെ പ്രത്യേകമായ ഒരു സന്ദേശം
ഒരു ആന്തരിക പ്രചോദനത്തിൽ നിന്നാണ് ഇമ്മാക്കുലി ഇപ്പോൾ സഗദാശിക്ക് കൊടുത്ത സന്ദേശങ്ങൾ ലോകത്തിന് അറിയിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ പല പ്രാവശ്യം ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഇത് ലോകത്തെ അറിയിക്കണം, ഇത് ലോകത്തെ അറിയിക്കാനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്ന് പ്രത്യേകം സഗദാശിയോട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ കിബഹയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സഗദാശിക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളായിട്ട് വായിച്ച് മനസ്സിലാക്കി തരുന്നത്. ഇതിൽ വലിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ പകുതി ആകുമ്പോഴേക്കും ഞാനിതിങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, എനിക്ക് വീട്ടിൽ വായിക്കാൻ സമയമില്ല. എൻ്റെ കൊച്ചുമോളെ നോക്കണം, എനിക്ക് വീട്ടുജോലി ചെയ്യണം. ഞാനിത് രാത്രി 12 മണി, 1 മണി, 2 മണി വരെയുള്ള സമയത്താണ് ഇത് വായിക്കുന്നതും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതും. എന്താണെന്നോ, ഇതിൽ പറഞ്ഞ സന്ദേശമനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ അലസയായിട്ടിരിക്കാൻ പാടില്ല, വയ്യായെന്ന് പറഞ്ഞിട്ടിരിക്കാൻ പാടില്ല. എനിക്ക് എത്ര ആളുകളുടെ മനസ്സിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ അത്രയും ആളുകളുടെ അടുത്തേക്ക് എനിക്ക് എത്തിക്കണം. അത്രയേ എൻ്റെ ഡ്യൂട്ടിയുള്ളൂ. കാരണം എന്നെ അതിനായിരിക്കാം ജീവൻ നൽകി വെച്ചിരിക്കുന്നത്. ഇത് ഒരുവിധപ്പെട്ട ആളുകളൊന്നും ഇതിനെ അറിയാൻ സാധ്യതയില്ല. കാരണം ഞാൻ അറിഞ്ഞില്ല. ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞും ആ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനിത് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴായിരിക്കും അതിൻ്റെ സമയം. പക്ഷേ പല സിസ്റ്റേഴ്സിനും ഫാദർമാർക്കൊക്കെ ഇതറിയാം, അവരൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കണം എന്നല്ല തോന്നിയത്. ഇത് നിങ്ങളെ അറിയിക്കണം, ലോകത്തെ അറിയിക്കണം. ഞാനിതുപോലെ പണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആത്മീയ യാത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് വായിച്ച്, ആ വലിയൊരു പുസ്തകം മുഴുവൻ വായിച്ച് തന്നിട്ടുണ്ട്. 150 എപ്പിസോഡുകളായിട്ട് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പുസ്തകം. പക്ഷേ ഇത് നമ്മൾ അറിയേണ്ടതും അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടവുമാകുന്ന ഒരു പ്രവചനങ്ങളും സന്ദേശങ്ങളുമാണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ ഇതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ സഗദാശിക്ക് ഈശോ കൊടുത്ത സന്ദേശങ്ങൾ. അതാരാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുള്ളത്? മാർഗരീറ്റ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഇത് എഴുതിയിട്ടുള്ളത്, ഇതാരുടെ പുസ്തകമാണ്? ഇമ്മാക്കുലി ഇലിബഗേസ്. ഇമ്മാക്കുലിയുടെ പുസ്തകമാണിത്. ഈ ടോയ്ലറ്റിൽ 91 ദിവസം ശ്വാസം അടക്കി പിടിച്ചു നിന്ന് എതിർ ഗോത്രക്കാരുടെ ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇമ്മാക്കുലിയോട് ഈശോ സംസാരിക്കാൻ തുടങ്ങി. ദൈവിക പ്രചോദനങ്ങൾ കിട്ടി. അപ്പോൾ കിട്ടിയ പ്രചോദനമാണ് കിബഹയിലെ സഗദാശിയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വായിക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കുറച്ച് പേജുകൾ അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ലോകാവസാനത്തെക്കുറിച്ച് സഗദാശിയോട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴേ പറയുന്നില്ല. വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ ഇൻട്രഡക്ഷൻ ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ്. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് ഒരു 10 പേജ് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതിലാകെ 200 പേജാണുള്ളത്. അതിന് ഞാനൊരു 10 പേജ് വായിച്ച് ഇടുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് നമുക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നായിരിക്കും ഞാനിതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ലോകാവസാനത്തെക്കുറിച്ച് റുവാണ്ടയിലെ സന്ദേശങ്ങൾ, റുവാണ്ടയിലെ കിബുഹയിൽ മാതാവ് ഈശോയും കൊടുത്ത സന്ദേശങ്ങൾ. ഇതിൽ ഇത് കിട്ടിയിട്ടുള്ള മകൻ്റെ ഫോട്ടോയുണ്ട്. ഇതാണ് സഗദാശിയെ നിങ്ങൾക്കിത് കണ്ടല്ലോ. ഈ സഗദാശിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ഇമ്മാക്കുലി സഗദാശിയുടെ സന്ദേശങ്ങൾ കിട്ടാനും അതൊരു പുസ്തകമാക്കാനും വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളാണ് ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഞാൻ ഈ പുസ്തകത്തിലെ ഒരു 10 പേജ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ. ഇമ്മാക്കുലി പറയുന്നതാണ് ഇതൊക്കെ, ഇമ്മാക്കുലിയുടെ വാക്കുകളാണിത്. ഈ സഗദാശ്യ എന്ന് പറയുന്ന ഒരു മകൻ, ഈ സഗദാശ്യ ആഫ്രിക്കൻ വനാന്തരത്തിൽ മൺകുടിലിൽ ജനിച്ച് ആട് മേയിച്ചു കൃഷിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു ബാലനാണ്. മാതാപിതാക്കളെ സഹായിച്ചു. പഠിപ്പില്ല. ഈ പയ്യനെയാണ് ഈശോ സ്വന്തമാക്കിയത്. അങ്ങനെ ഏതാണ്ട് 2 വർഷം മുമ്പ്
ഈ ഇമ്മാക്കുലി എലിബഗസയുടെ പുസ്തകങ്ങൾ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത മർഗരീറ്റ എന്ന് പറയുന്ന സഹോദരി വായിച്ചിരുന്നു. അവരുടെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ലെഫ്റ്റ് ടു ടെൽ, ലെഡ് ബൈ ഫെയ്ത്ത്, അവർ ലേഡി ഓഫ് കിബ്ഹർ, ദ ബോയ് ഹു മെറ്റ് ജീസസ്, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ, അത് വിശ്വപ്രസിദ്ധമാണെന്നാണ് പറയുന്നത്. ഈ റുവാണ്ടയിൽ 1994 നരഹത്യയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇമ്മാക്കുലി എഴുതിയ കൃതികളാണ് ഇതെല്ലാം. ഈ സഗദേശിയുടെ കഥ അറിഞ്ഞപ്പോൾ ഇമ്മാക്കുലിക്ക് ഇത് ലോകത്തോട് പറയണമെന്ന് തോന്നി. 15-ാം വയസ്സിൽ ഈശോ തിരഞ്ഞെടുത്തു. 26-ാം വയസ്സിൽ ഈ ഭൂമി വിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയ പയ്യനാണ് ഈ സഗദാശി. ഈ സഗദാശിയുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. യേശുവിനെ കണ്ടുമുട്ടിയ ബാലൻ. 1982 ഒരു വേനൽക്കാല ദിവസം കാലികളെ മേയ്ക്കുന്നതിനിടെ, പശുക്കളെയൊക്കെ മേയ്ക്കുന്നതിനിടെ ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു ഈ സഗദാശ്യ. ആ സമയത്താണ് ഈശോ സഗദാശ്യയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ബാലൻ. ബാലനറിയില്ല ആരാണെന്നത്. കാരണം അവൻ ക്രിസ്ത്യാനിയല്ല, പഠിപ്പുമില്ല, സ്കൂളിൻ്റെ പടി കണ്ടിട്ടുമില്ല. അവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അമ്മേനെ അപ്പനെ സഹായിക്കുക. പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസയല്ല, ജീവിക്കാനുള്ള പൈസ. അങ്ങനെ മരത്തണലിൽ ഒരു ദിവസം വിശ്രമിക്കുമ്പോഴാണ് ഈശോ കാണുന്നത്. ഈശോ ഈ ബാലനോട് എന്താണ് പറഞ്ഞതെന്നറിയോ? മനുഷ്യവംശത്തിന് സ്വർഗത്തിലെത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ സന്ദേശവാഹകനാകാമോ നിനക്ക്? ഇതാണ് ചോദ്യം. സഗദാശിയെ സംബന്ധിച്ച് ആരാണ് നിങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈശോയാണെന്ന് പറഞ്ഞത്. എന്നിട്ട് എന്തോ ഈശോയെ കണ്ടപ്പോൾ ഈ വലിയ ആള് ഉത്തരം യെസ് എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു കരാറ് വെച്ച് ഈശോയോട്, ഞാൻ ഇതൊക്കെ പറയാം, പക്ഷേ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും യേശു മറുപടി നൽകണം. വിശ്വാസത്തെപ്പറ്റി, മതത്തെപ്പറ്റി, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച്, അങ്ങനെ 2000 വർഷങ്ങളായിട്ട് മനുഷ്യർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരണം ഈശോ എന്നൊരു കരാറ് ഈ സഗദേശയും ഈശോയും കൂടി വെച്ചു. അങ്ങനെ ഈശോ അതിനെല്ലാം ഉത്തരം നൽകി. 8 വർഷക്കാലം ഈ ചോദ്യോത്തരങ്ങൾ നടന്നു. 8 വർഷക്കാലം ഈശോ ഇവന് പ്രത്യക്ഷപ്പെട്ടു. 1952 മുതൽ 8 വർഷം 1990 വരെ. ഇതിൽ ഈശോ 1994 വരാൻ പോകുന്ന കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല. കബളിപ്പിക്കുന്നവനായിട്ടും നുണ പറയുന്നവനായിട്ടുമൊക്കെ സഗദേശയെ ചിത്രീകരിച്ച് മർദ്ദനം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇവൻ്റെ ഈ അഗാധമായ ജ്ഞാനവും അതുപോലെ ഇവൻ്റെ നിഷ്കളങ്കതയും ഒക്കെ കണ്ടിട്ട് ഇവനെ പരീക്ഷിക്കാൻ വന്ന പല പണ്ഡിതന്മാരോടും മെത്രാന്മാരോടും ഒക്കെ ഇവൻ സംസാരത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാവരും അവനെ, ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും എല്ലാം പരിശോധിച്ചു. അവൻ ഒരു അത്ഭുത പ്രതിഭാസമാണെന്നാണ് അവർ പറഞ്ഞത്. കൂട്ടുകാരെ, ഈ പ്രത്യക്ഷീകരണം നമ്മുടെ സഭ അംഗീകരിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഈ മാതാവിൻ്റെ ഇപ്പോഴത്തെ പ്രത്യക്ഷീകരണമൊക്കെ. അതുപോലെ ഈ ഇമ്മാക്കുലിക്ക് എപ്പോഴും സഗദാശിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേൾക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താണെന്നോ, അന്നത്തെ കാലത്ത് 8 കുട്ടികൾക്ക് അവിടെ കിബുഹയിൽ മാതാവും ഈശോയും പ്രത്യക്ഷപ്പെടുന്നു. അത് കേട്ടപ്പോൾ ഇമ്മാക്കുലിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ സഗദാശിയുടെ വചനങ്ങൾ കേൾക്കാൻ. സഗദാശിക്ക് എന്ത് സംഭവിച്ചു, സഗദാശിക്ക് ഇന്ന് എന്താണ് സന്ദേശം കിട്ടിയത്, അങ്ങനെ ഒരു ഭയങ്കര തീക്ഷ്ണത, ഭയങ്കര അഭിനിവേശമായിരുന്നു ഈ സഗദാശിയെക്കുറിച്ച് അറിയാനായിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവള് ഭയങ്കര പരിശ്രമമായിരുന്നു. ഇവളുടെ ഡാഡി എപ്പോഴും ഈ സഗദാശയുടെ പരിപാടികൾ വരുമ്പോൾ പോകുമായിരുന്നു. ഇതിൻ്റെ ഒരു അത്ഭുതം, ഈ സഗദാശയ്ക്ക് ഈശോ സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് പിന്നെ മർദ്ദനങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകളാണ് തിങ്ങിക്കൂടിയിരുന്നത്. അത് തന്നെ ഇതിൻ്റെ ഒരു വലിയ അടയാളമായി മാറിയെന്നാണ് പറയുന്നത്. ഈ റുവാണ്ടയിലെ കിബ്ഹ എന്ന് പറയുന്ന രാജ്യം വളരെ കുഞ്ഞു ഒരു രാജ്യമാണ്. അതിൽ ആരും കടന്നു ചെല്ലാത്ത ഒരു പ്രദേശം. ഇവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ വരാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ഈശോയെ കണ്ടുമുട്ടുന്ന ദിവസത്തേക്ക് പല സ്ഥലത്തു നിന്നും വനാന്തരങ്ങളിൽ കൂടെ നടന്ന് പലരും ഈ സ്ഥലത്തെത്തും. ആ കൂട്ടത്തിൽ ഇമ്മാക്കുലിയുടെ അപ്പനും പോകാറുണ്ട്. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ ഇമ്മാക്കുലി ഇങ്ങനെ കാതോർത്തിരിക്കുമെന്നാണ് പറയുന്നത്. സെഗദാശിനെ കണ്ടോ, സെഗദാശി എന്ത് പറയുന്നു, ഈശോ വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ. അത്രയും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഇമ്മാക്കുലി. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് തീക്ഷ്ണമായി കത്തിജ്വലിക്കുന്ന ഒരു പെൺകുട്ടി. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ ജപമാലയിലൂടെ ഇമ്മാക്കുലിയെ ഈ കൂട്ടഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ലോകത്തിനോട് പറയാനാണ് ഈശോയുടെയും മാതാവിൻ്റെയും പ്രത്യക്ഷീകരണം, ലോകത്തെ അറിയിക്കാനാണ് ഈശോ ഈ ഇമ്മാക്കുലിയെ രക്ഷിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇനിയും ഈ കാര്യങ്ങൾ, ഇപ്പോൾ 10 പേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ടും ഈശോ പറയുന്നത് എന്താണെന്നോ, നാം ഈ ലോകം വിടുമ്പോൾ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ ഹൃദയം വിശുദ്ധിയും വെടിപ്പും ഉള്ളതായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ലോകം എപ്പോൾ അവസാനിക്കും, നമ്മളെപ്പോൾ ഈ ലോകത്തുനിന്ന് വിടും എന്ന് ചിന്തിച്ചല്ല ഇരിക്കേണ്ടത്. എൻ്റെ ലോകം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിലെ അവസാന ദിവസം കർത്താവ് ആഗതനാകുമ്പോൾ എൻ്റെ ഹൃദയം വെടിപ്പുള്ളതാണോ, വിശുദ്ധിയുള്ളതാകുന്നു, ഞാൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ചിട്ടുണ്ടോ, കൂദാശകളിലൂടെ, കുംഭസാരം എന്ന കൂദാശയിലൂടെ കടന്നു പോയിട്ട് ഞാൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക? നമുക്ക് പിന്നീട് കാണാം. ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് ഈശോയോട് ചോദിച്ചപ്പോൾ വലിയ സന്ദേശങ്ങളാണ് തന്നത്. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കണമെന്ന്. പ്രിയ കൂട്ടുകാരെ, ഈ ക്രിസ്തുമസ് ദിനത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ സന്ദേശങ്ങൾ കേൾക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ ഒരുക്കാം. അവിടെ ഈശോ വന്ന് പിറക്കട്ടെ. നമ്മൾ ഈ 20 ദിവസം കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ എന്നും ഇതിനെക്കുറിച്ച് ഈ പുസ്തകം നിങ്ങൾക്ക് ഫുള്ള് പറഞ്ഞു തരും. 20 ദിവസം കൊണ്ട് 200 പേജുള്ള പുസ്തകം. എനിക്ക് ദൈവം അനുവദിച്ച് ആരോഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നരാടമായിരിക്കും വിടുക, എനിക്കറിയില്ല. ഞാനിതെന്തായാലും എൻ്റെ ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ തുടങ്ങി വച്ചിരിക്കുകയാണ്. നമുക്ക് ഈശോ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ്, കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളാണ് മരണം, തനത് വിധി, അന്ത്യവിധി, സ്വർഗം, നരകം. പൂർണ്ണ വിശുദ്ധിയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. പൂർണ്ണമായും ദൈവത്തെ തള്ളിപ്പറഞ്ഞവരാണ് നരകത്തിൽ പോവുക. അതായത് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അവസാന നിമിഷത്തിൽ പോലും മാനസാന്തരപ്പെടാതെ, കുമ്പസാരമില്ലാതെ, ഏറ്റുപറയാതെ മരിച്ചു പോയിട്ടുള്ളവരാണ്. ദൈവത്തെ വേണ്ട എന്നും പറഞ്ഞ് മരിച്ചു പോയവർക്കുള്ളതാണ് നരകം. പൂർണ്ണമായിട്ടും വിശുദ്ധിയിൽ നിലനിന്നവർക്കാണ് സ്വർഗം. ഈ ലോകത്ത് ആരും പൂർണ്ണമായ വിശുദ്ധിയിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പെർഗട്രിയിൽ കിടക്കും. അവിടെ നമ്മൾ ചെയ്ത പാപത്തിന് തോതനുസരിച്ചിട്ടാണ് സഹനങ്ങളും വേദനകളും വരുന്നത്. അല്ലാതെ എല്ലാവർക്കും പെർഗട്രി ഒരേപോലുള്ള അനുഭവമല്ല. നമ്മൾ കൂടുതൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സഹനം ഏറ്റെടുക്കണം. നമ്മൾ വിചാരിക്കും, അവസാന നിമിഷത്തിൽ മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ, അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താമല്ലോ. അങ്ങനെ എത്തില്ല. അവസാന നിമിഷത്തിൽ നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നിത്യനരകം ഒഴിവായി കിട്ടും. പക്ഷേ ഓരോ വാക്കിനും, ഓരോ ചില്ലിക്കാശിനും നമ്മൾ കണക്ക് കൊടുക്കാതെ പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ കിട്ടുന്നതല്ല സ്വർഗമെന്ന് മനസ്സിലാക്കണം. കത്തോലിക്ക സഭയുടെ വിശ്വാസമാണത്. നമ്മുടെ പ്രബോധന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മാനസാന്തരവും ഇല്ലാതെ മരണസമയത്തും നീ ദൈവത്തെ അന്വേഷിച്ചില്ലെങ്കിൽ നിനക്ക് നരകം തന്നെ കിട്ടും. അവസാന നിമിഷത്തിലെങ്കിലും നമ്മൾ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നരകം ഒഴിവായി കിട്ടും. പക്ഷേ നീയെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, നീതിയുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുപോലെ ശുദ്ധീകരണം നടക്കാത്ത, ദൈവത്തെ സ്നേഹിച്ചവർക്ക് ശുദ്ധീകരണം നടക്കാൻ പെർഗട്രി കർത്താവ് നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണ് പാതാളം. അവിടെ കിടന്ന് നമ്മുടെ തോതനുസരിച്ചിട്ടുള്ള വിശുദ്ധീകരണം വരും. എത്ര പാപം നമ്മൾ ചെയ്തിട്ടുണ്ടോ അത്ര വേദന അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെയായിരിക്കാം സ്വർഗത്തിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പറുദീസ എന്ന് പറയുന്നതും അനന്തമാണ്. അതുപോലെ അവിടെ എവിടെ ഇരുന്നാലും ദൈവത്തെ കാണും. അവിടെയുമുണ്ട് നന്മ ചെയ്തവർക്കുള്ള ആനന്ദം വ്യത്യാസമാണ് എന്നാണ് പറയുന്നത്. 2ാം സ്വർഗം വരെ ഉയർത്തി, 3ാം സ്വർഗം വരെ ഉയർത്തി എന്ന് പറയുമ്പോൾ സ്വർഗത്തിലും പല തട്ടുകളുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആനന്ദമല്ല. പെർഗട്രിയിൽ എല്ലാവർക്കും ഒരേപോലെ സഹനമല്ല.
ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെ സ്വർഗമെന്ന് നരകമെന്ന് ലോകാവസാനമെന്ന് ചിന്തിച്ച് നടക്കുകയേ വേണ്ട. ലോകം ഓരോ ദിവസം ചെല്ലും തോറും അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രക്ഷകൻ്റെ രണ്ടാം വരവിന് വേണ്ടി അടുത്തടുത്ത് കൊണ്ടിരിക്കുക. ഒരു ദിവസം കഴിയുമ്പോൾ അത് പൊതുവായിട്ടുള്ളത്. അതല്ലെങ്കിൽ എന്നെപ്പോലുള്ള രോഗികളാണെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും ഞങ്ങളുടെ ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ലോകം അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഇനിയും ഇതിൻ്റെ ബാക്കിയുള്ള പേജുകൾ ഓരോ ദിവസമായിട്ട് കേൾക്കാം. ഇന്നിപ്പോൾ ഞാൻ 10 പേജ് ഞാൻ നിങ്ങൾക്ക് ചുരുക്കമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള 40 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ചൊല്ലാൻ മറക്കരുത്. 1000 നന്മ നിറഞ്ഞ മറിയമേ ആക്കി നമുക്ക് ക്രിസ്തുമസിൻ്റെ അന്ന് കൊടുക്കണം. അതുപോലെ നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. പുരോഹിതൻ സമർപ്പിത മക്കൾക്ക് വേണ്ടിയിട്ടുള്ള റോസറി ചെയിനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർ ആരോ ചങ്ങല പൊട്ടിക്കുന്നുണ്ട്. മാതാവ് പറഞ്ഞ് ആരോ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, മോശസിന് വേണ്ടി കരങ്ങൾ ഉയർത്തിയപ്പോൾ മോശസ് ജയിച്ചു. പുരോഹിതന്മാർക്കും സമർപ്പിതർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അവിടെ വലിയ തകർച്ച കാണും. അതുകൊണ്ട് ആരൊക്കെ ഈ സമർപ്പിത മക്കൾക്ക് വേണ്ടിയുള്ള റോസറി ചെയിനിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ എല്ലാവരും മറ്റെല്ലാ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് സടകുടഞ്ഞെഴുന്നേറ്റ് പരിശുദ്ധ ജപമാല ചൊല്ലാൻ തുടങ്ങണമേ എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് ബാക്കിയുള്ള പേജുകൾ ഓരോ ദിവസമായിട്ട് ഒരുമിച്ച് നിന്ന് വായിച്ചു തീർക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.